ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ദൈവവചനവുമായിട്ട് തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലെത്തുവാൻ തക്കവണ്ണം ദൈവം എന്നെയും സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണപ്പാ. അടിയങ്ങളോട് കാരണതൊന്ന് മറാണമേ, മനസ്സിലേക്ക് മറാണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ അടിയനേതുമില്ല കർത്താവേ. എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നുവെന്ന് അങ്ങയുടെ വചനം പറയുന്നല്ലോ അപ്പാ. അടിയനൊട്ട് നാവോട് കൂടിയിരിക്കണമേ. അങ്ങയുടെ കൃപയാൽ അടിയനെ നിറയ്ക്ക് മറാണമേ. വചനം പറയുന്ന അടിയനും കർത്താവേ, വചനം കേൾക്കുന്ന തൻ്റെ മക്കളും അങ്ങയുടെ കൃപയിൽ മുൻപോട്ട് പോകാനുള്ള ആ വലിയ സാന്നിധ്യവും അങ്ങയുടെ വലിയ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെല്ലാവരെയും ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കർത്താവായ ദൈവത്തിൻ്റെ ടൈം ലൈനിൽ അടുത്തതായിട്ട് നടക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. രണ്ടാമത്തെ വരവിന് രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത്. അത് മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും. മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ കാന്തയെ ചേർക്കുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ മേഘത്തിൽ വരുന്ന ആണ് ആദ്യത്തെ നടപടി, ആദ്യത്തെ ഘട്ടം. ഇപ്പോൾ കർത്താവ് ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞു, അതിൻ്റെ ഒരു വലിയ പ്രോമിസാണ് നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും. അതാണ് ഏറ്റവും വലിയ പ്രോമിസ്. കർത്താവ് പുനരുത്ഥാനം ചെയ്ത് പോകുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്കും നമുക്കും തന്ന ഏറ്റവും വലിയ ഒരു പ്രോമിസാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോൾ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങുന്ന പല അവസ്ഥകളും പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അടുത്ത ചൂടെങ്ങനെ വെക്കുമെന്നും, എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്നും, എന്തുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഹൃദയം കലങ്ങാറുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന വലിയ പ്രോമിസാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മളെ ചേർക്കുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ, തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ കർത്താവ് യേശുക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷനാകും. അത് പറയുന്നത് ഒരു ഫസ്റ്റ് തെസ്സലോനിയൻസ് 4:13 മുതൽ 18 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് മരിച്ചടക്കിന് ശവസംസ്കാര ശുശ്രൂഷയ്ക്കുമൊക്കെയാണ് ഈ വാക്യങ്ങൾ കൂടുതൽ കാണുന്നത്. ഈ വാക്യത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് വളരെ 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 ലഘുവായിട്ടുള്ളൊരു ടൈമിൽ മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ ടൈമിൽ നമ്മൾ നമ്മുടെ കർത്താവുമായിട്ട് എങ്ങനെയായിരിക്കുന്നുവോ, നമ്മുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തം എത്ര വലിയതാണെന്ന് നമുക്ക് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കലങ്ങിയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയും നിറഞ്ഞതാണോ നിങ്ങളുടെ ജീവിതം? എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വലിയൊരു വാഗ്ദത്തം, വലിയൊരു പ്രോമിസ് ദൈവം തന്നിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതോടൊപ്പം ഈ 1 തെസ്സലോനിയൻസ് 4:17 വാക്യം പ്രധാനപ്പെട്ട, ഞാനിപ്പം വായിക്കാൻ ഉദ്ദേശിക്കുന്നത് 17 വാക്യം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച്, ആരോടൊരുമിച്ച്? നമുക്ക് മുൻപേ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവരുടെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്, അവരും നമ്മളും ഒരുമിച്ച് കർത്താവായ യേശുക്രിസ്തു മേഘങ്ങളിൽ വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കും. അന്ന് നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അന്ന് നാം കർത്താവ് തൻ്റെ മേഘപ്രത്യക്ഷതയിൽ ആ സമയത്ത് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, നമ്മളെ ആരും ആശ്വസിപ്പിക്കാനൊരു കാണത്തില്ല. നമ്മൾ ആശ്വസിപ്പിക്കാമെന്ന് കരുതുന്നവർ പലരും നമ്മുടെ പ്രയാസവേളയിൽ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. മാറി നിന്ന് നമ്മളെ കുറ്റം പറയുകയും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മുടെ പ്രയാസവേളയിൽ, നമ്മുടെ ദുഃഖവേളയിൽ നമ്മളെ മാറോടണയ്ക്കുന്ന, നമുക്ക് ജീവൻ തരുന്ന, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മുൻപോട്ട് ഓരോ ചൂടും വെക്കുവാനുള്ള കൃപ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ മേഘപ്രത്യക്ഷതയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ, ആ വരവിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ദൈവം തൻ്റെ മക്കളെ ചേർക്കുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ, തൻ്റെ കാന്തയെ ചേർക്കുവാൻ മേഘത്തിൽ വരുമ്പോൾ നമ്മളും അവരോടൊരുമിച്ച്, നമുക്ക് മുൻപേ പോയവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അത് ഈ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നതിനെക്കുറിച്ച്, അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത ഒരു വാക്യം 1 കൊരിന്ത്യൻസ് 15:51 ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണി വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ബ്ലിങ്കിങ് ഓഫ് ആൻ ഐ, നമ്മുടെ കണ്ണൊന്ന് അടച്ച് തുറക്കുന്നതിന് മുന്നേ ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ കണ്ണ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ ആണ് എടുക്കുന്നത്. ആ സമയം, ആ ഒരു സെക്കൻഡിൻ്റെ 1/4 ഒന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന സമയം. അത്രയും സമയം എടുക്കുകയുള്ളൂ രൂപാന്തരപ്പെടാൻ കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ. വളരെ കുറച്ച് നമുക്കൊന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നാം രൂപാന്തരപ്പെടും. എത്ര മഹത്വമേറിയ, എത്ര ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണതൊക്കെ. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചവർ അവർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് നമ്മളിവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും ഒരു സംഭവമാണെന്നാണ് നമ്മൾ
പലരും ധരിച്ചിരിക്കുന്നത്. അതിന് ഞാൻ രണ്ടും രണ്ട് ഈവൻസാണ്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം മേഘപ്രത്യക്ഷത. നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് തെസ്സലോനിയൻസ് 14:17. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ ലോകത്തിലായിരിക്കും നാം. കർത്താവ് വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ, ഇതെല്ലാം നടക്കുന്നത് ഒരു സെക്കൻഡ് പോലും എടുക്കുകയില്ല ഇത് നടക്കുമ്പോൾ. മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത്, മേഘപ്രത്യക്ഷത നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും. മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് സക്കരിയാവ് 14:4 അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അതാണ് മഹത്വപ്രത്യക്ഷത. മേഘപ്രത്യക്ഷത വേഴ്സസ് മഹത്വപ്രത്യക്ഷത. ഇത് രണ്ടും രണ്ടാണ്. മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് കർത്താവിനുള്ളവരെ കർത്താവിനോട് ചേർക്കാൻ വരുന്നതാണ് മേഘപ്രത്യക്ഷത. മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒലിവ് മലയിൽ നിൽക്കുന്നതാണ് മഹത്വപ്രത്യക്ഷത. അന്നേരമാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. തൻ്റെ കാന്തയും മായിട്ടാണ് ഇറങ്ങി വരുന്നത്. 7 വർഷത്തിന് ശേഷം. മേഘപ്രത്യക്ഷതയിൽ കർത്താവ് തൻ്റെ മക്കളെ തന്നോട് എന്നേക്കും ഇരിക്കേണ്ടതിനാണ് വരുന്നത്. വീണ്ടും ഞാൻ പറയാം, മേഘപ്രത്യക്ഷതയിൽ കർത്താവ് തൻ്റെ മക്കളെ തന്നോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിനാണ് വരുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. കർത്താവ് തൻ്റെ മക്കളെ ചേർക്കുവാനാണ് മേഘപ്രത്യക്ഷതയിൽ വരുന്നത്. ആകാശത്തിൽ മേഘത്തിൽ വരുന്നത്, മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത്. നമ്മൾ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത്തിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അതാണ് സക്കരിയാവ് 14:4-5 എഴുതിയേക്കുന്നത്. പിന്നെ അവിടെ യൂദ 1:14 എഴുതിയിരിക്കുന്നത്, ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തി കെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരതകളും നിമിത്തവും ഭക്തി കെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അതാണ് മഹത്വപ്രത്യക്ഷത. തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് പറഞ്ഞ സഭയുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് മഹത്വപ്രത്യക്ഷത. അവൻ ആദ്യം തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അവരോടൊപ്പം അവന് വരാൻ കഴിയുന്നത്? How can he come with his saints if he never came for them first? നമുക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി ആദ്യം കർത്താവ് മേഘത്തിൽ വരും. അവിടെ നമ്മളെ ചേർക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന നാം ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ പെട്ടെന്ന് രൂപാന്തരപ്പെട്ട് മേഘങ്ങളിലെടുക്കപ്പെടും. അവിടെ 7 വർഷം കർത്താവിനോട് കൂടെ ഇരുന്നിട്ട് കർത്താവുമായിട്ടാണ് ഒലിവ് മലയിൽ കർത്താവ് കാല് വെക്കുമ്പോൾ
നമ്മളും കൂടെ കാണും, കാന്തയും കൂടെ കാണും. നമ്മളെപ്പോഴും അവനോട് കൂടെ ഇരിക്കും. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മൾ അപ്രത്യക്ഷരാകും. ദൈവമക്കളെന്ന് പറയുന്നത് കർത്താവിനെ സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവർ. അവർ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം ഇൻസ്റ്റൻ്റ്ലിയാണ്. ആസ് ക്വിക്ക്ലി ആസ് ദ ബ്ലിങ്കിങ് ഓഫ് ആൻ ഐ. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഇതെല്ലാം സംഭവിക്കും. അതേത് സമയവും സംഭവിക്കാം. രണ്ടാമത്തെ വരവെങ്കിൽ, ആദ്യത്തെ വരവെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ ഒരു ബിഗ് ഡിസപ്പിയറൻസ് ഉണ്ടാകും. ഒരു ബിഗ് ഡിസപ്പിയറൻസ്. ദ ഹോൾ വേൾഡിൽ ഒരുപാട് പേരെ കാണാതാവും, ദൈവത്തിൻ്റെ മക്കളെ. അതാണ് മേഘപ്രത്യക്ഷത. മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് എവരി ഐ വിൽ സീ, എല്ലാ കണ്ണുകളും കാണും മഹത്വ പ്രത്യക്ഷതയിൽ. അത് റെവലേഷൻ 1:7, ബിഹോൾഡ് ഹി കമത്ത് വിത്ത് ക്ലൗഡ്സ് ആൻഡ് എവരി ഐ ഷാൽ സീ ഹിം ആൻഡ് ദേ ഓൾസോ വിച്ച് പേഴ്സ്ഡ് ഹിം. എല്ലാവരും കാണും കർത്താവിന് രണ്ടാമത്തെ വരവെങ്കിൽ. കർത്താവ് തൻ്റെ കാല് ഒലിവുമലയുടെ മുകളിൽ കാല് കുത്തുന്നത് എല്ലാവരും കാണും. ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത നാം എവിടെയാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്? ആകാശത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ സ്പർശിക്കുന്നില്ല അന്നേരം. അറ്റ് റാപ്ചർ ഓർ ഉൽപ്രാവണത്തിൽ we meet Jesus in the air. He does not touch the earth. At the second coming, his feet touch in the Mount of Olives. അവിടുത്തെ രണ്ടാം വരവെങ്കിൽ കർത്താവിൻ്റെ പാദങ്ങൾ ഒലിവ് മലയിൽ സ്പർശിക്കും. റാപ്ചറിൻ്റെ അല്ലെ ഉൽപ്രാവണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ രക്ഷിക്കാനാണ്, നമ്മളെ വിടുവിക്കാനാണ്, നമ്മളെ കർത്താവിനോടൊപ്പം ആയിരിക്കുവാനാണ്, നമ്മളെ കൊണ്ടുപോകാനാണ്, നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് റാപ്ചർ, ഉൽപ്രാവണം. സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്, മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്, ഇറ്റ്സ് ഫോർ ദ ജഡ്ജ്മെൻറ്റ്. രണ്ടാം വരവ് ന്യായവിധിക്ക് വേണ്ടിയുള്ളതാണ്. ആ വരവിൽ നാം കർത്താവിനോടൊപ്പം ഉണ്ട്. റെവലേഷൻ 19 വെളിപ്പാട് 19:5 വിധി നടത്തുന്നതിനായി വിശുദ്ധരോടൊപ്പം ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ആ വിശുദ്ധരാരാണ്? ഞാനും നിങ്ങളും. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും നമുക്ക് മുൻപേ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവരും. അവർ ഗ്ലോറിഫൈഡ് ബോഡി ആയിട്ട് അവരും വരും, നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വരവ് താമസിച്ചില്ല എങ്കിൽ ഏത് സമയവും അത് സംഭവിക്കാം. ഏത് സമയം. ഏത് സമയത്താണ് ഇത് സംഭവിക്കുന്നത്? ഈ റാപ്ചർ, ഉൽപ്രാവണം സംഭവിക്കുന്നത് ഗ്രേറ്റ് ട്രിബുലേഷന് മുൻപ്, മഹോപദ്രവ കാലത്തിന് മുൻപ്. ഈ ഭൂമിയിൽ 7 വർഷം ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോപദ്രവകാലം ഉണ്ടാവില്ലായിരിക്കും. ആ വർഷത്തിനൊടുവിലാണ് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് സർവ്വ സൈന്യവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒലിവ് മലയിൽ കാല് വയ്ക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് ഈ റാപ്ചർ എന്ന് പറയുന്നത്, ഉൽപ്രാവണം എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന്, ഇമ്മിനൻസ്, വളരെ പെട്ടെന്ന്. ബീങ് അബൌട്ട് ടു ഹാപ്പൻ വെരി സൂൺ. പെട്ടെന്ന്, ഏത് സമയത്തും സംഭവിക്കും. ഉൽപ്രാവണം ആസന്നമാണ്, അതേത് നിമിഷവും സംഭവിക്കാം.
സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷ എന്ന് പറയുന്നത്, അതിനു മുൻപ് ട്രിബുലേഷൻ നടക്കണം. അതിനു മുൻപ് ആൻറ്റി ക്രൈസ്റ്റ് മസ്റ്റ് ബി റിവീൽഡ്. എതിർ ക്രിസ്തു വെളിപ്പെടണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലും ഭൂമിയിൽ കാല് വെക്കുന്നതിന് മുൻപ് ഇത് സംഭവിക്കണം. അത് നമ്മളെ ബാധകമല്ല ഇതൊന്നും, കാരണം നമ്മൾ കർത്താവിനോട് കൂടെയാണ്. അപ്പോൾ ഈ രണ്ട് ഈവൻറ്റിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ട്രിബുലേഷന് മുൻപ് ആണ് റാപ്ചർ നടക്കുന്നത്. റാപ്ചർ നടന്നു കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉത്പ്രാവണം നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വർഗത്തിലായിരിക്കും, ദൈവത്തോട് കൂടെയായിരിക്കും, കർത്താവിനോട് കൂടെയായിരിക്കും, കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ സമയത്ത് ഇവിടെ ഭൂമിയിൽ വളരെ ഗ്രേറ്റ് ട്രിബുലേഷൻസ് നടക്കും. അപ്പോൾ ഏത് സമയം കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ, മേഘങ്ങളിൽ എടുക്കപ്പെടാൻ ഏത് സമയവും നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും ഇരുന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ച അനുസരിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഏത് സമയവും, എനി ടൈം, അറ്റ് എനി മോമെൻറ്റ്, ഏത് സമയം, ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് കർത്താവ് യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. 2025 വർഷങ്ങൾക്ക് മുൻപ്, 26 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആരംഭനാഥനായ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നേടിത്തന്ന സാൽവേഷൻ, അത് നമുക്ക് സ്വന്തമാക്കുവാൻ, കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് മാത്രമേ അത് നടക്കത്തുള്ളൂ. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ കല്ലറ, അല്ലെങ്കിൽ ഇവിടെ ഈ ലോകത്തിലെ ജീവിതം ഒരു അവസാന ജീവിതമല്ല, ഇതൊരു താൽക്കാലിക ജീവിതമാണ്. വളരെ കുറച്ച് ഏത് സമയത്തും കർത്താവ് നമ്മളെ വിളിച്ചാൽ നമുക്ക് തിരിച്ചു ചെല്ലേണ്ടതായിട്ടുണ്ട്. ആ സമയം വരെയും, ദൈവത്തിൻ്റെ ആ വിളി കേൾക്കുന്നിടം വരെയും, കർത്താവ് വരാൻ താമസിച്ചാൽ, നാം ഈ ലോകത്ത് ജീവിച്ച് നമ്മൾ മരണപ്പെട്ടാൽ, ആ മരണപ്പെടുന്ന അത് അവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം അതിനപ്പുറമുള്ളതാണ്. ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ കരുതണം. ഇപ്പോൾ കരുതി കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം മുമ്പോട്ട് പോയാൽ നമുക്ക് കഷ്ടത വരും, നമുക്ക് ദുഃഖം വരും, നമുക്ക് വളരെ പ്രയാസങ്ങൾ വരും. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. എന്ത് ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവിനെ ത്യജിച്ച് പറയാതെ, കർത്താവിനെ വിട്ടു പറയാതെ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് എന്തെല്ലാം സന്തോഷം നമുക്കിവിടെ നഷ്ടപ്പെട്ടു, അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള സന്തോഷം നമ്മുടെ കുടുംബവുമായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട്, നമ്മുടെ കുടുംബമായിട്ട് നമുക്ക് വീണ്ടും ആ സന്തോഷം ദൈവം തരും എന്നുള്ള പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.